Chapter 3 Reading with Understanding. Timaka and her husband, Bikalu Chikai, a childless couple of Hulikal village in Karnataka, decided to adopt children. But the children they chose to rear were 284 banyan trees along a 3-kilometer stretch of what is now National Highway 48 in Karnataka. The trees filled up a void in their lives, and just recently, Timaka received the National Citizens Award for Social Forestry from the Prime Minister. Chapter 3 Reading with Understanding. നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന പാരഗ്രാഫ് വായിച്ച് മനസ്സിലാക്കാം. അതാണ് ഈ ചാപ്റ്ററിൻ്റെ ഹെഡിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. ഇതൊരു സ്റ്റോറി അല്ല, ഇത് നടന്നൊരു സംഭവമാണ് കൊടുത്തിരിക്കുന്നത്. കർണാടകയിലെ ഹുലിക്കൽ വില്ലേജിൽ നടന്ന ഒരു സംഭവമാണ് നമുക്ക് ഇവിടെ വിവരിച്ച് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ചെറിയ ഒരു പോർഷനാണ് വിവരിക്കുന്നത്. ഇതിൽ പറയുന്നത് തിമാക്ക എന്ന ലേഡിയുടെയും അവരുടെ ഹസ്ബൻഡ് ബിക്കാലു ചിക്കയുടെയും അവരുടെ ജീവിതത്തിൽ നടന്ന ഒരു ഇൻസിഡൻ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തിമാക്കയും ബിക്കാലുവും മക്കളില്ലാത്ത ചൈൽഡ്ലെസ് കപ്പിൾസ് ആയിരുന്നു. അവർ അങ്ങനെ ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അവർ അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച കുഞ്ഞ് സംതിങ് ഡിഫറെൻ്റ് ആയിരുന്നു, സംതിങ് റെയർ ആയിരുന്നു. അവർ 284 ബനിയൻ ട്രീസ്, അതായത് 284 ആൾമരം, ബനിയൻ ട്രീസ് പറയുന്നത് ആൾമരമാണ്. അത് ആൾമരങ്ങൾ 3 കിലോമീറ്റർ, ആ ആൾമരങ്ങൾ 3 കിലോമീറ്റർ, കർണാടകയിലെ നാഷണൽ ഹൈവേ 48 3 കിലോമീറ്ററോളം നീളുന്ന 284 ബനിയൻ ട്രീസാണ് അവരുടെ കുഞ്ഞുങ്ങളായിട്ട് ദത്തെടുത്തത്. ആ ബനിയൻ ട്രീസ് അവർ വെച്ച് പിടിപ്പിച്ചതും അവർ അവരുടെ കുഞ്ഞുങ്ങളായി കണക്കാക്കിയതും ശുശ്രൂഷിച്ചതും കെയർ ചെയ്തതുമൊക്കെ ആ മരത്തിനെ ആയിരുന്നു. ആ 284 ബനിയൻ ട്രീസ് ആയിരുന്നു. ഓക്കെ, ഈ 284 ബനിയൻ ട്രീസ് മാത്രമല്ല, ഇപ്പോൾ തിമാക്ക ഒരു 8,000-ഓളം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞു. തിമാക്കയ്ക്ക് ഇപ്പോൾ 107 വയസ്സിനു മീതെ ഉണ്ട്. ഈ 284 ബനിയൻ ട്രീസ് വെച്ച് പിടിപ്പിച്ചതിന് അന്ന് പ്രൈം മിനിസ്റ്ററുടെ കയ്യിൽ നിന്ന് നാഷണൽ സിറ്റിസൺ അവാർഡ് കിട്ടിയിരുന്നു. 1995 ആ അവാർഡ് കിട്ടിയത്. 1991 തിമാക്കയുടെ ഹസ്ബൻഡ് ബിക്കാലു മരണപ്പെട്ടത്. 2009 പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്താണ് ആ കഥയിൽ എന്താണ് വിവരിച്ചിരിക്കുന്നത് എന്ന് ആ നടന്ന ഇൻസിഡന്റിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, in the 1950s, it was a Timaka who, tired of her neighbor's jibes directed at her childlessness, hit upon the plan. Why not plant banyan trees and rear them like our children, she thought. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? 1950 അവർക്ക് ഇങ്ങനത്തെ ഒരു തോട്ട് അവരുടെ മനസ്സിൽ വരുന്നത്. അവരുടെ നെയ്ബേഴ്സിൻ്റെയും മറ്റും അടുത്തുള്ളവരുടെയും ഒക്കെ കളിയാക്കൽ, കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ടുള്ള അവരുടെ കുത്തുവാക്കുകൾ. ഇവിടെ നെയ്ബേഴ്സ് ജൈബ്സ് എന്ന് വെച്ചാൽ കുത്തുവാക്കുകൾ എന്നാണ് മീനിങ്. ഓക്കെ, കുത്തുവാക്കുകൾ നിന്നൊക്കെ അവരൊരു തീരുമാനം എടുത്തു. നമുക്ക് എന്തുകൊണ്ട് പ്ലാന്റ്സ് വെച്ചു പിടിപ്പിച്ചുകൂടാ, അതായത് ബനിയൻ ട്രീസ് വെച്ചു പിടിപ്പിച്ചുകൂടാ എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. കുഞ്ഞുങ്ങൾ ഇല്ലാത്തത് കൊണ്ട് കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്നതിന് പകരം നമുക്ക് പ്ലാന്റ് വെച്ച് പിടിപ്പിക്കാം എന്ന തീരുമാനത്തിൽ എത്തി. ഓക്കെ, സോ ദ ലോൺലി കപ്പിൾ ഡിസൈഡഡ് ടു പ്ലാന്റ് ട്രീസ്. അതുകൊണ്ട് അവരെന്ത് തീരുമാനിച്ചു? അങ്ങനെ ആ കപ്പിൾസ് ഡിസൈഡ് ചെയ്തു നമുക്ക് ആൾമരം വെച്ചു പിടിപ്പിക്കാം. അവർ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു. ഓക്കെ, തിമാക്കാസ് ഹസ്ബൻഡ് വാസ് എ ഡിസേബിൾഡ് പേഴ്സൺ. തിമാക്കയുടെ ഹസ്ബൻഡ് വികലാംഗനായിരുന്നു. ഓക്കെ,
അതാണ് disabled person. Hence she had to work as a laborer every day and did not have the time for much else. But firm in their resolve, they took great pains to dig pits on their side of the road. Their next task was to choose suitable banyan saplings. They finally planted 300 saplings and put and thorny bushes around to ensure that the cattle did not eat up the tender trees. അപ്പോൾ അവരെന്ത് ഡിസൈഡ് ചെയ്തു? അവർ കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്നതിന് പകരം നമുക്ക് ആൽമരം പ്ലാൻ ചെയ്യാം എന്ന തീരുമാനത്തിലേക്ക് എത്തി. തിമാക്കയുടെ ഹസ്ബൻഡ് എന്തായിരുന്നു? ഡിസേബിൾഡ് പേഴ്സൺ ആയിരുന്നു, വികലാംഗനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ആരാണ് വീട്ടുജോലികളും മറ്റുമൊക്കെ വീട്ടുജോലികളും അതുപോലെ തന്നെ ജോലിക്ക് പോയായിരുന്നു അന്നേക്കുള്ള ഭക്ഷണം, അന്നേക്കുള്ള ആഹാരം ജോലിക്ക് പോയായിരുന്നു തിമാക്ക കൊണ്ടുവന്നിരുന്നത്. പക്ഷേ ആ തിരക്കിൻ്റെ ഇടയിലും അവരുടെ ആ കഷ്ടപ്പാടിൻ്റെ ഇടയിലും അവർ മരങ്ങളെ വെച്ച് പിടിപ്പിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ അവർ സ്വന്തമായിട്ട് തന്നെ കഷ്ടപ്പെട്ട് റോഡിൻ്റെ 2 സൈഡിലും കുഴികളൊക്കെ എടുത്തു. അതാണ് ഇവിടെ പറഞ്ഞത്. ബട്ട് ഫേം ഇൻ ദെയർ റിസോൾവ് ദേ ടുക്ക് ഗ്രേറ്റ് പെയിൻസ് ടു ഡിഗ് പിറ്റ്സ് ഓൺ ദെയർ സൈഡ് ഓഫ് ദ റോഡ്. 2 സൈഡിലുമായിട്ട് അവർ സ്വന്തമായി കഷ്ടപ്പെട്ടാണ് കുഴികളൊക്കെ എടുത്തത്. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എന്താണ്? നല്ല പ്ലാന്റ്സ് ചൂസ് ചെയ്യുക എന്നാണ്. വളരെ നല്ല തൈച്ചെടികൾ ചൂസ് ചെയ്യുക എന്നതായിരുന്നു നെക്സ്റ്റ് പ്ലാൻ. Their next task was to choose suitable banyan saplings. They finally planted 300 saplings and put. ഓക്കെ, അപ്പോൾ അവരെന്താക്കി? അവർ വളരെ നല്ല ചെടികൾ ചൂസ് ചെയ്തു. ഒടുവിൽ അവർ 300 ചെടികൾ എവിടെയാണ് ഇത് ചെയ്തത്? 300 ചെടികളും അവർ 3 കിലോമീറ്റർ ദൂരത്തിൽ അവർ റോഡിൻ്റെ 2 സൈഡിലുമായി വെച്ച് പിടിപ്പിച്ചു. ഓക്കെ, ഇപ്പോൾ ആൾമരങ്ങളെല്ലാം വളരെ ചെറുതായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? വളരെ ചെറുതായിട്ടാണ് ഈ ആൾമരം ഇരിക്കുന്നത്. ലുക്ക്, they finally planted 300 saplings and put and thorny bushes around to ensure that the cattle did not eat up the tender trees. ഓക്കെ, ഇപ്പോൾ ആ മരങ്ങളൊക്കെ വളരെ ചെറുതാണ്, ആൾമരങ്ങളൊക്കെ വളരെ ചെറുതാണ്, ചെടികളായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കന്നുകാലികളും മറ്റും മൃഗങ്ങളൊക്കെ വന്ന് കഴിക്കാനും അത് നശിപ്പിക്കാനും സാധ്യതയുണ്ട്. ആ സാധ്യത ഒഴിവാക്കാൻ വേണ്ടി അവർ എന്താണ് ചെയ്തത്? അവർ നട്ടുപിടിപ്പിച്ച ആ ചെടികൾക്ക് ചുറ്റും ബുഷസ്, തോർണി ബുഷസ് എന്ന് വെച്ചാൽ കുറ്റിച്ചെടികൾ എന്നാണ് പറയുന്നത്. കുറ്റിച്ചെടികൾ അവർ വെച്ച് പിടിപ്പിച്ചു. ആ ആൽമരത്തിന്റെ ചുറ്റുമായിട്ട് അവർ തോർണി ബുഷസ് എന്ന് വെച്ചാൽ കുറ്റിച്ചെടികൾ എന്നാണ്. ഓക്കെ, 300 ആൾമരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. ആ 300 ആൾമരങ്ങളും നശിക്കാതിരിക്കാനും അതിനുള്ള സംരക്ഷണത്തിന് വേണ്ടിയാണ് അവർ ആ തോണി ബുഷസ് അതിന് ചുറ്റും വെച്ച് പിടിപ്പിച്ചത്. അതാണ് ഈ ഫസ്റ്റ് പാരയിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാരയിലോട്ട് പോവാം. റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്ങിലെ സെക്ഷൻ 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിലെ ഫസ്റ്റ് പാര കഴിഞ്ഞു. നമുക്ക് സെക്കൻഡ് പാരയിലോട്ട് പോവാം. It was time spent well as it gave her fulfillment and pride. എന്താണ് ഫസ്റ്റ് ലൈനിലൂടെ പറയുന്നത്? അവർ ചെയ്ത ആ സംരംഭത്തിന് ഒരു അഭിമാനകരമായ ഒരു സമയം വന്നെത്തിയിരിക്കുന്നു അല്ലെങ്കിൽ വന്നെത്തിയിരിക്കുകയാണ്. ഓക്കെ, അവർ ചെയ്ത ആ ഒരു It was time spent well as it gave her fulfillment and pride. Even as the couple nursed the saplings, she was working in a quarry for their hand-to-mouth existence. If she could not go to the quarry, they would have nothing to eat that day. True, her work was back-breaking, but she could not neglect the trees either. She would go to the Kudur road and attend to the saplings before the break of dawn, and the trees, like children
who live in an atmosphere of love and caring, responded to her call and grew up. Now, in the prime of their lives, the 284 that took root provide a green canopy for 3 kilometers, nest for birds and prevent soil erosion. They are also worth an estimated rupees 85 crore. സോ അപ്പോൾ ഈ പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? അവർ ചെയ്ത ആ സംരംഭത്തിന് ഒരു അഭിമാനകരമായ ഒരു സമയം എത്തിയിരിക്കുകയാണ്. അവർ അത്രത്തോളം ദൂരത്ത് നിന്ന് വെള്ളം ശേഖരിച്ച് കൊണ്ടുവന്നാണ് ചെടികളെ 10 വർഷത്തോളം നോക്കിയിരുന്നത്. ആര്? തിമക്കയാണ്. 10 വർഷത്തോളമാണ് തിമക്ക കഷ്ടപ്പെട്ട് ദൂരത്ത് നിന്ന് വെള്ളം ശേഖരിച്ചു കൊണ്ടാണ് ഈ ചെടികളെ നോക്കി വളർത്തിയത്. അന്നേക്കുള്ള അന്നത്തിന് വേണ്ടി, ഫുഡിന് വേണ്ടി ജോലിക്ക് പോയിരുന്നു. തിമക്ക ജോലി ചെയ്തില്ലെങ്കിൽ അവർക്ക് അന്ന് ഫുഡ് കഴിക്കാൻ ഇല്ലായിരുന്നു. കാരണം ഡെയിലി വർക്ക് ചെയ്തു കൊണ്ടുവരുന്ന അതിൽ നിന്നാണ് ആരുടെ ലൈഫ് പോകുന്നത്? തിമക്കയുടെ ഹസ്ബൻഡിൻ്റെയും ലൈഫ് കഴിയണമെങ്കിൽ അവർക്ക് ഫുഡിന് വേണ്ടിയിട്ട് ഡെയിലി ജോലിക്ക് പോയേണ്ട വന്നിരുന്നു. കാരണം അവർ ഇപ്പോൾ തിമക്ക ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ അന്ന് അവർക്ക് ഫുഡില്ല. തിമക്കയുടെ ഹസ്ബൻഡ് ബിക്കാലു ഡിസേബിൾഡ് പേഴ്സൺ കൂടിയാണ്. അവർ ജോലിക്ക് പോയിരുന്നില്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ അവർ ജോലിക്ക് പോയിരുന്നു. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ അവരെന്ത് ചെയ്തിരുന്നു? അവർ ഈ ചെടികളെ എല്ലാം, ഈ ആൽമരം ചെടികളെല്ലാം സംരക്ഷിച്ചിരുന്നു. അവർ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ അവർക്ക് എന്തുണ്ടായിരുന്നില്ല? ഫുഡുകൾ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും, ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ പോലും ഈ ചെടികളെ, ഈ ആൽമരങ്ങളെ അവർ നെഗ്ലക്റ്റ് ചെയ്തില്ല. അവർ ചെടികളെ സംരക്ഷിച്ച് കൊണ്ടിരുന്നു. ഒരു മടിയും കാണിച്ചില്ല. അതുപോലെ തന്നെ അവർ ഡെയിലി രാവിലെ നേരം പുലരുന്നതിന് മുമ്പ് തന്നെ, ഇവിടെ പറയുന്നു, true, her work was back-breaking, but she could not neglect the trees either. She could go to the Kudur road and attend to the saplings before the break of dawn. The saplings before the break of dawn പറയുന്നത് നേരം പുലരുന്നതിന് മുമ്പ് തന്നെ അവർ കുഡൂർ എന്ന് വെച്ചാൽ ഒരു റോഡ്, അവർ നട്ടുപിടിപ്പിച്ച ആ കുഡൂർ റോഡിൽ പോയി ആ വൃക്ഷത്തെ, തൈകളെയെല്ലാം സംരക്ഷിച്ചിരുന്നു. ഓക്കെ, ആ വൃക്ഷത്തെ എല്ലാം പരിപാലിച്ചതിന് ശേഷമാണ് അവർ കൊറിയിൽ ജോലിക്ക് പോയിരുന്നത്. അവർ കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്നതിന് പകരമാണ് അവർ അത്രത്തോളം ചെടികളെ നട്ട് വളർത്തിയത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണ് ആ ചെടികളെ കെയർ ചെയ്തിരുന്നത്. അവർക്ക് കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ടാണ് അവർ കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്നതിന് പകരമാണ് ഈ ചെടികളെ നട്ടുപിടിപ്പിച്ച് വളർത്തിയത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ചെടികളെ അവർക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിരുന്നു. അപ്പോൾ ഇവിടെ എന്ത് പറയുന്നു? ആൻഡ് ദ ട്രീസ് ലൈക്ക് ചിൽഡ്രൻ ഹൂ live in an atmosphere of love and caring responded to her call and grew up. അവർക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലേക്ക്, അവർ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണ് ഈ ചെടികളെ കെയർ ചെയ്തിരുന്നത്. ചെടികൾക്ക് വേണ്ടിയ ലവും കെയറും കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ ചെടികൾ അവർക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിരുന്നു. അവരുടെ കെയറും ലവും ഒക്കെ തിരിച്ച് ആ ചെടികൾ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് അവർക്കത് ഫീൽ ചെയ്തിരുന്നു. അവർക്ക് ഈ ചെടികളൊക്കെ നമ്മൾ കൊടുക്കുന്ന സ്നേഹം നമുക്ക് തിരിച്ച് കിട്ടി എന്നൊരു ഫീലിങ്സ് അവർക്ക് ഉണ്ടായിരുന്നു. കാരണം അവർ അത്രത്തോളം കെയറും ലവും കൊടുത്താണ് ഈ ചെടികളെ വളർത്തിയത്. അതിനുള്ള ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ് അവർക്ക് ഇപ്പോൾ ലഭിച്ചത്. ഓക്കെ, 10 വർഷങ്ങൾക്ക് ശേഷം 284 ചെടികൾ, അവർ 300 ചെടികൾ വെച്ചതിൽ 284
284 തൈകളാണ് ആരോഗ്യത്തിൽ വളർന്ന് മരങ്ങളായി. അത് 34 കിലോമീറ്ററോളം ഒരു ഗ്രീൻ സീനറി വളരെ മനോഹരമായ ഒരു കാഴ്ച. റോഡിന്റെ 2 സൈഡിലും 3 കിലോമീറ്ററോളം, 34 കിലോമീറ്റർ അല്ല, 3 കിലോമീറ്റർ ആണ്. 3 കിലോമീറ്ററോളം ഒരു ഗ്രീൻ സീനറി, വളരെ മനോഹരമായ ഒരു കാഴ്ച റോഡിന്റെ 2 സൈഡിലും അവർക്ക് കാണാനില്ല. കാരണം അവര് അത്രത്തോളം കെയറും ലവും ഒക്കെ കൊടുത്തിട്ട് അവർക്ക് തിരിച്ചുള്ള നല്ലൊരു റെസ്പോണ്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. 10 വർഷങ്ങൾക്ക് ശേഷം എത്ര ചെടികളാണ്? 300 നട്ടുപിടിപ്പിച്ചതിൽ 284 ചെടികൾ വളരെ ആരോഗ്യത്തോടെ തന്നെ വളർന്നു വന്ന് വളരെ മനോഹരമായി തന്നെ അത് നല്ല മരങ്ങളായി ഒരു ഗ്രീൻ സീനറി തന്നെ ഉണ്ടായി. ആ 3 കിലോമീറ്ററോളം വരുന്ന ആ റോഡിൽ അവർക്ക് കാണാൻ ഇടയായി. ഓക്കെ, ഒരുപാട് പക്ഷികളുടെയും ലുക്ക് ഇവിടെ എന്ത് പറയുന്നു? The 284 that took now in the prime of their lives, the 284 that took root provide a green canopy for 3 kilometers. 284 ഈ ചെടികളും ഒരു ഗ്രീൻ സീനറി തന്നെ ഉണ്ടാക്കി. നെസ്റ്റ് ഫോർ ബേർഡ്സ് ആൻഡ് പ്രിവെന്റ് സോയിൽ ഇറോഷൻ. അതെന്തായിരുന്നു? അത് പക്ഷികളുടെ വീടായിട്ടും കൂടുകളായിട്ടും ആയിത്തീർന്നു. ഓക്കെ, ഇതൊക്കെ എന്തായി? ഈ പക്ഷികൾക്ക് വേണ്ടിയിട്ട്, അത് പക്ഷികളുടെ വീടിന് വേണ്ടിയിട്ട് ഉള്ള ഒരു മരങ്ങളായി മാറിക്കഴിഞ്ഞു. അതാണ് ഇവിടെ പറയുന്നത്. നെസ്റ്റ് ഫോർ ബേർഡ്സ്, പക്ഷികൾക്കുള്ള കൂടായി വീടായിട്ടാണ് അത് മാറിയത് ഈ മരങ്ങളൊക്കെ. ഓക്കെ, അതുപോലെ തന്നെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിലുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിലുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? മണ്ണ് ഒലിപ്പ് തടയും, സോയിൽ ഇറോഷൻ തടയും. ഓക്കെ, അതാണ് ഈ സ്റ്റോറി, ഈ തിമാക്കയുടെയും ബിക്കലുടെയും സ്റ്റോറി. അതുപോലെ തന്നെ ഇവിടെ ലാസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട്, ദേ ആർ ഓൾസോ വർത്ത് ആൻഡ് എസ്റ്റിമേറ്റഡ് ₹85 crore. അവർക്ക് 85 കോടി വിലമതിക്കുന്ന മരങ്ങളായി മാറി കഴിഞ്ഞു. അവര് അന്ന് നട്ടുപിടിപ്പിച്ച ആ മരങ്ങളുടെ വിലയാണ് ഇപ്പോൾ 85, അതിൽ കൂടുതലാണ്. 85 എസ്റ്റിമേറ്റഡ് 85 crores, 85 കോടിയാണ് വർത്ത് ചെയ്യുന്നത്. ഇതാണ് തിമാക്കയുടെയും ബിക്കാലുടെയും ഒരു ജീവിതത്തിലെ ഒരു പോർഷനാണ്. ഇത് റിയൽ ബേസ്ഡ് സ്റ്റോറിയാണ്, ഒരു നടന്ന സംഭവമാണ്. കർണാടകയിൽ ഒരു നടന്ന സംഭവമാണ്, ഒരു സ്റ്റോറി ആയിട്ടല്ല. ഓക്കെ.